മുന്നണികൾക്ക് ഇനി കണക്കുകൂട്ടലിന്റെ നാളുകൾ. ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഫലമാണ് ശനിയാഴ്ച പുറത്തുവരുന്നത്. കൊല്ലത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം നടത്താനാകുമെന്ന പ്രതീക്ഷയാണ് LDFിനുള്ളത്. എന്നാൽ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ UDF പുലർത്തുന്നു. ശബരിമല വിവാദവും മോദി സർക്കാരിന്റെ നേട്ടങ്ങളും വോട്ടാകുമെന്ന പ്രതീക്ഷയാണ് NDAക്കുള്ളത്. ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പരിസമാപ്തിയാകുന്നത് ശനിയാഴ്ചത്തെ വോട്ടെണ്ണലോടുകൂടിയാണ്. വോട്ടെടുപ്പ് പൂർത്തീകരിച്ചതോടെ കൂട്ടിയും കിഴിച്ചും വെട്ടിയും തിരുത്തിയും നേതാക്കളും മുന്നണികളും പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ തവണ 26 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 23 LDFിനായിരുന്നു വിജയം. CPMും CPIയും മത്സരിച്ച എല്ലാ സീറ്റിലും വിജയിച്ചു. ഈ വിജയം ആവർത്തിക്കുമെന്നും കൂടുതലിടങ്ങളിൽ വിജയം നേടുമെന്നുമാണ് ഇടതു നേതാക്കൾ പറയുന്നത്. എന്നാൽ 2010 തങ്ങൾക്കു ലഭിച്ച മേൽക്കൈ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണ നേടിയ 37 പഞ്ചായത്തുകളിലേറെ ഇത്തവണ ലഭിക്കുമെന്ന് നേതാക്കൾ പറയുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഭൂരിപക്ഷം ലഭിക്കുമെന്ന് UDF നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലും 15 മുതൽ 20 വരെ പഞ്ചായത്തുകളിലും അധികാരത്തിലെത്തുമെന്നുമാണ് BJPയുടെ പ്രതീക്ഷ. കോർപ്പറേഷനിലും നഗരസഭകളിലും അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് കൃത്യമായി വിതരണം ചെയ്യാൻ സാധിച്ചതും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും പ്രാദേശിക വികസന പ്രവർത്തനങ്ങളും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളും താഴെത്തട്ടിലേക്കുള്ള സംഘടനാ സംവിധാനങ്ങളും വോട്ടായി തീരുമെന്നുള്ള പ്രതീക്ഷയാണ് LDFിനുള്ളത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും ശബരിമല സ്വർണ്ണപ്പാളി കേസ് അടക്കമുള്ളവയിലെ സർക്കാർ വിരുദ്ധ വികാരവും കഴിഞ്ഞ തവണ നഷ്ടമായ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സർക്കാർ വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് UDFിനുള്ളത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടത്തിയ വികസിത കേരളം ക്യാമ്പയിനും ശബരിമല സ്വർണ്ണപ്പാളി കേസിലെ സർക്കാർ വിരുദ്ധ വികാരവും മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും സഹായകമാകുമെന്നാണ് NDAയുടെ വിലയിരുത്തൽ. LDFിനെ സംബന്ധിച്ചിടത്തോളം മുന്നണിക്കുള്ളിലെ അസ്വാസ്ഥ്യങ്ങളും കേരള കോൺഗ്രസ് RSP ലെന്നിസ്റ്റ് തുടങ്ങിയ പാർട്ടികൾക്ക് സീറ്റ് നിഷേധിച്ചതും പലയിടങ്ങളിലും അവർ സ്വതന്ത്ര ചിഹ്നങ്ങളിൽ മത്സരിച്ചതും പ്രതികൂലമാകുമോ എന്ന ആശങ്കയുമുണ്ട്. CPM CPI പോര് കടയ്ക്കൽ കുണ്ടറ ഭാഗങ്ങളിൽ പാർട്ടി വിട്ട പ്രവർത്തകരെ CPM സ്വീകരിച്ചതിനെ ചൊല്ലിയുള്ള അസ്വാരസ്യങ്ങളും സംസ്ഥാന സർക്കാരിനെതിരായ ശബരിമല സ്വർണ്ണപ്പാളി കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രതികൂലമാകുമോ എന്ന ആശങ്ക LDF കേന്ദ്രങ്ങൾക്കുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായുള്ള അസ്വാരസ്യവും താഴെത്തട്ടിലെ സംഘടനാ ദൗർബല്യവും രാഹുൽ മാങ്കൂട്ടം MLAയുമായി ബന്ധപ്പെട്ട കേസും വിവാദങ്ങളും UDFിന് പ്രതികൂലമാകുമോ എന്ന ആശങ്ക ബാക്കി നിൽക്കുന്നു. പുനലൂർ നഗരസഭ ഉൾപ്പെടെ പലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും സാധിക്കാതിരുന്നതും സ്ഥാനാർത്ഥി തർക്കങ്ങൾ ചില പഞ്ചായത്തുകളിൽ തിരിച്ചടിയായതും മുന്നണി എന്ന നിലയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൗർബല്യവും NDAയുടെയും പ്രതികൂല ഘടകങ്ങളാണ്. എന്തായാലും ജനവിധി എന്താണെന്നറിയാൻ ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്.